ഹായ് ഫ്രണ്ട്സ്, മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡ് റെസിപ്പിയാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ളത് ബദാം, അണ്ടിപ്പരിപ്പ്, പീനട്ട്, വാൾനട്ട്, അതുപോലെ തന്നെ പിസ്ത എന്നിവയാണ് കേട്ടോ. ആദ്യം തന്നെ എല്ലാം വറുത്തെടുക്കണം. അപ്പം ഞാൻ ആദ്യം ബദാം ആണ് വറുത്തെടുക്കുന്നത്. എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ബദാം ചൂടായ പാനിലേക്ക് ഇട്ട് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത ബദാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ പാനിലേക്ക് വാൾനട്ടും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട്. അത് നന്നായി വറുത്തിടുമ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാം സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റുന്നത് പെട്ടെന്ന് തണിഞ്ഞിട്ടാണ് കേട്ടോ. ഒരേ പാത്രത്തിലേക്ക് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തണിഞ്ഞത് പൊടിക്കേണ്ടിയിട്ടാണ് കേട്ടോ. പിസ്തയും അതുപോലെ പീനട്ടും കൂടി വറുത്തെടുക്കുന്നുണ്ട്. രണ്ടും ഒന്നിച്ചാണ് വറുക്കുന്നത്. അധികം കരിയാണ്ട് സൂക്ഷിക്കണം കേട്ടോ. നല്ലതൊന്നും വറുത്ത് വരുമ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം തണിയുന്നത് വരെ വെയിറ്റ് ആക്കണം. തണിഞ്ഞതിന് ശേഷമാണ് നമ്മളത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പം ബദാമും വാൾനട്ടും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒറ്റ ട്രിപ്പായിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എല്ലാം കൂടി ഒന്നിച്ചിട്ട് പൊടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്തായാലും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് പൊടി തയ്യാറാക്കുന്നത്. അങ്ങനെ ബദാമിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതേ ജാറിലേക്ക് തന്നെ പിസ്തയും പീനട്ടും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. അത് നല്ലപോലെ പൊടിച്ചതിന് ശേഷം ആദ്യത്തെ ബദാമിൻ്റെ മിക്സിയുടെ അതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് യോജിപ്പിച്ചിട്ടോ എല്ലാവരും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ടോ അത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് കൽക്കണ്ട് എടുക്കുന്നുണ്ട്. പനക്കൽക്കണ്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതേ സ്ഥാനത്ത് ഡേറ്റ്സിൻ്റെ പൗഡർ ആണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. എനിക്കത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പനക്കൽക്കണ്ട് എടുത്തത്. ആ പനക്കൽക്കണ്ടും പൊടിച്ച് അതേ ജാറിലേക്ക് ഞാനൊന്ന് ഇത് മിക്സ് ആക്കാൻ വേണ്ടി എല്ലാ പൊടിയും അതിലേക്കൊന്ന് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ചെയ്യാറ് മുത്താരിയൊക്കെ കലക്കുമ്പോൾ അതിലൊരു സ്പൂണിട്ട് കലക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ മുത്താരി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. മുത്താരി ഞാൻ പൊടിക്കുക തന്നെ ചെയ്യുന്നത്, വറുത്ത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ മുത്താരി നല്ലപോലെ കഴുകി ഉണക്കിയ മുത്താരിയാണ്. അത് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ച മുത്താരി ഒരു 2 തവണയെങ്കിലും കുറഞ്ഞതായിരിക്കണം. പിന്നെ കലക്കുമ്പോഴും ഞാൻ അരിച്ചിട്ടാണ് കൊടുക്കുന്നത്. എൻ്റെ മോനിക്ക് ഇവിടെ 6 മാസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലോണം പൊടി അതിൻ്റെ പൊടി കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. 2 വട്ടം അരിച്ച് മുത്താരിപ്പൊടി ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ അവനക്ക് കാച്ചുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സ്പൂൺ മുത്താരിപ്പൊടിക്ക് ഈ നട്ട്സിൻ്റെ പൗഡർ 1 സ്പൂൺ എന്നിരിക്കുക കേട്ടോ ആക്കാറ്. അത് ആദ്യം ഒന്ന് വെള്ളത്തിൽ ഇളക്കി പിന്നെ അരിച്ച് മാറ്റിയിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി